ഹായ്, ഇത് വട്ടവട റൂട്ട്. വട്ടവടയിൽ പോകാത്തവർ കാണാത്തവർ ചുരുക്കമായിരിക്കും. വട്ടവടയിലെ ഉൾവഴികളിലൂടെ വ്യത്യസ്തമായ ഒരു യാത്രയും വട്ടവട ഗ്രാമത്തിലെ ഒരു വീട്ടിൽ ഒരു ദിവസത്തെ താമസ കാഴ്ചകളുമാണ് ഈ വീഡിയോയിൽ. ഇതാണ് വട്ടവട സിറ്റി എന്ന് പറയാമോ എന്നറിയില്ല, പക്ഷേ ചെറുതെങ്കിലും ഇവിടെ എല്ലാം കിട്ടും. വട്ടവടയിൽ 3292 ആളുകൾ മാത്രമാണുള്ളത്. 12.77 ചതുരശ്ര മൈൽ വ്യാപ്തിയുള്ള ഗ്രാമത്തിൽ ആകെയുള്ളത് 901 കുടുംബങ്ങളാണ്. പശ്ചിമഘട്ടത്തിലെ പഴനി മലനിരകളിലാണ് പഴങ്ങളും പച്ചക്കറികളും ധാരാളം വിളയുന്ന വട്ടവട എന്ന മനോഹര ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ഹൈറേഞ്ചിൽ ആദ്യകാലത്ത് കുടിയേറ്റം നടന്നിട്ടുള്ള പ്രദേശങ്ങളിൽ ഒന്നുകൂടിയാണ് വട്ടവട. പണ്ട് പാണ്ഡ്യ രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നുവെന്ന് കരുതപ്പെട്ടിരുന്ന ഈ പ്രദേശങ്ങൾ പിന്നീട് പല കൈമറിഞ്ഞ് പൂന്നാർ രാജവംശത്തിൻ്റെയും ഒടുവിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെയും ഉടമസ്ഥയിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. തമിഴ്നാട്ടിലെ മധുരയിലും സമീപ പ്രദേശങ്ങളിൽ നിന്നും ഹൈദരലിയുടെ പടയോട്ടക്കാലത്ത് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്തവർ കുടിയേറിപ്പാർത്ത പ്രദേശങ്ങളിൽ ഒന്നാണ് വട്ടവടയെന്ന് കരുതപ്പെടുന്നു. തനതായ പൈതൃകം അവകാശപ്പെടാവുന്ന അതിപുരാതന ശിലാലിഖിതങ്ങളും കല്ലുകളിലും ലോഹങ്ങളിലും നിർമ്മിച്ച വിഗ്രഹങ്ങളും ഏറെ പഴക്കം ചെന്ന ആയുധങ്ങളും പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ കാണപ്പെടുന്ന മുനിയറകൾ വട്ടവടയെ ശിലായുഗ കാലഘട്ടവുമായി ബന്ധിപ്പിക്കുന്നതാണ്. മനോഹരമായ കാഴ്ച അല്ലേ? കേരളത്തിന്റെ പശ്ചിമഘട്ടത്തിലെ പച്ചവൃക്ഷ താഴ്വരകളിൽ സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദര ഗ്രാമമായ വട്ടവട ഭൂപ്രകൃതിക്കപ്പുറം തനതായ കൃഷിരീതികൾക്കും പേരുകേട്ട നാട്. അപൂർവമായ സസ്യജന്തുജാലങ്ങളുടെ കലവറയാണിവിടം. വട്ടവടയിലെ കേസുകൾ തീർപ്പാക്കുന്നതിനും വസ്തുസംബന്ധമായ ഇടപാടുകൾ നടത്തുന്നതിനും ശിക്ഷകൾ നൽകുന്നതിനുമായി പൂന്നാർ രാജാക്കന്മാർ സ്ഥാപിച്ചിട്ടുള്ള പകുതി കച്ചേരി ഇന്നും കോവിലൂരിൽ കാണാനാകും. ഇവിടുത്തെ ഊരുകളിൽ ഇന്നും മന്ത്രിയാർ, മന്നാടിയാർ, പെരിയധനം, മണിയക്കാരൻ, ഊരുതണ്ടക്കാർ തുടങ്ങിയ സ്ഥാനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. രാജാവിൽ നിന്നും നേരിട്ട് സ്വർണ്ണക്കാപ്പും ചുരൽവടിയും സമ്മാനമായി ലഭിച്ചവരും വട്ടവടക്കാരുടെ പൂർവികരായി ഉണ്ടായിരുന്നു. ഇന്നും ജാതി വിവേചനം തുടരുന്ന ഒരു പ്രദേശം കൂടിയാണ് വട്ടവട. ജാതി വിവേചനത്തിനെതിരെ പ്രക്ഷോഭങ്ങൾ അടുത്ത കാലത്തായി ഇവിടെ ഉയർന്നു വന്നു തുടങ്ങിയിട്ടുണ്ട്.
വട്ടവട പഞ്ചായത്തിലെ ഏതാനും വാർഡുകൾ നീലക്കുറിഞ്ഞി സാങ്ച്വറിയിൽ ഉൾപ്പെടുന്നു. കടവഴി വാർഡ് പൂർണ്ണമായും നീലക്കുറിഞ്ഞി സാങ്ച്വറിക്കുള്ളിലാണ്. പാമ്പാടുംചോല നാഷണൽ പാർക്ക്, കമ്പക്കല്ലാർ, ആനമുടിച്ചോല എന്നിവ ഈ പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒറ്റപ്പെട്ട ഈ വാർഡിലെ പച്ചക്കറി ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കൂടുതലും തമിഴ്നാട്ടിലാണ് വിറ്റഴിക്കുന്നത്. സ്വാമിയാറള, കൂടല്ലർ, കീഴ്വത്സപ്പെട്ടി, മേൽവത്സപ്പെട്ടി, വയൽത്തറ എന്നീ 5 ആദിവാസി കുടികളാണ് നിലവിലുള്ളത്. മുതുവൻ വിഭാഗത്തിൽപ്പെട്ട ആദിവാസികൾ മാത്രമാണ് ഈ പഞ്ചായത്തിലുള്ളത്. പരമ്പരാഗത ആചാരങ്ങളും ജീവിത രീതികളും ഇന്നും ഇവർ തുടർന്നു വരുന്നു. ഈ കോളനികളിലൊന്നും സ്കൂളുകളില്ലാത്തതിനാൽ കുട്ടികൾ വിദൂര പ്രദേശമായ മൂന്നാറിലോ മറയൂരിലോ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഗ്രാമം ഒന്ന് ചുറ്റിയടിച്ച് വട്ടവട സെന്ററിലെത്തി. അടുത്ത സീസൺ കാലത്തിന് ഒരുങ്ങുകയാണ് ഇവിടം. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളാണ് വട്ടവടയിൽ തണുപ്പുള്ള കാലാവസ്ഥ എത്തുന്നത്. ഈ മാസങ്ങളാണ് വട്ടവടയിലെ സീസൺ സമയം. മൂന്നാറിനേക്കാൾ തണുപ്പുള്ള കാലാവസ്ഥയാണ്. സംസ്ഥാനത്തെ പച്ചക്കറി ഗ്രാമമെന്നറിയപ്പെടുന്ന വട്ടവടയിൽ ക്യാരറ്റ്, ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ബീൻസ്, വെളുത്തുള്ളി, ക്യാബേജ്, ബട്ടർ ബീൻസ്, അമരപ്പയർ എന്നിവയാണ് പ്രധാനമായും കൃഷി ചെയ്യുന്നത്. ഇവിടെ വിളയുന്ന പച്ചക്കറികൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചന്തകളിൽ എത്തപ്പെടുന്നു. സ്ട്രോബെറി, പാഷൻ ഫ്രൂട്ട്, മരത്തക്കാളി, പീച്ച് തുടങ്ങിയ പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യപ്പെടുന്നു. കേരളത്തിൽ സൂചിഗോതമ്പ് വിളയുന്ന ഏക സ്ഥലം വട്ടവടയാണ്. വാഹനമെത്താത്ത പ്രദേശങ്ങളിൽ ചരക്കുനീക്കത്തിനായി ഇവിടെ കോവർ കഴുതകളെ ഉപയോഗിക്കുന്നു. ഈ വീട്ടിലാണ് ഇന്നത്തെ താമസം. ഇങ്ങനെയുള്ള സാധാരണ വീട്ടിലെ താമസം കുട്ടികൾക്കും നമുക്കും ഒരു പ്രത്യേകമായ അനുഭവമാണ് കിട്ടുക. ഗ്രാമാന്തരീക്ഷത്തിൽ, വിശാലമായ ഈ അന്തരീക്ഷത്തിൽ ചുറ്റി നടക്കുന്നത് തന്നെ നമ്മുടെ കണ്ണും മനവും നിറയും.
അടിപൊളി, വീട് തകരം കൊണ്ട് മേഞ്ഞതാണ്. കല്ല് പെറുക്കി എറിയുന്നത് പോലുള്ള ശബ്ദം കേട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ആലിപ്പഴം വീഴുന്നു. ആലിപ്പഴം വീഴുന്നു എന്ന് കേട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ കാണാനും പറ്റി. ഇവിടുത്തെ പ്രഭാത കാഴ്ചയാണിത്. തലേന്ന് മഴ കിട്ടിയതിനാൽ കൃഷിപ്പണികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനിയും കാണാം കാണാ കാഴ്ചകളുമായി.